പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഞാൻ രാജേഷ് നാദാപുരം. എന്തുകൊണ്ടാണ് ലോകം ഒരു മനുഷ്യനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വീണ്ടും രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന അപൂർവ വ്യക്തിത്വത്തിനുടമയായിട്ട് മോദിജിയും മാറിക്കഴിഞ്ഞു. എന്നാൽ നെഹ്റുജിക്ക് പോലും ലോകത്തിൽ ഇത്ര വലിയ സ്വീകരണം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മോദിയെ ആളുകൾ ഇത്രമാത്രം ആദരിക്കുന്നത്, സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അത് നിങ്ങൾ എന്താണോ ലോകത്തിന് കൊടുക്കുന്നത് അത് ലോകം നിങ്ങൾക്ക് തിരിച്ചു തരും. ലോകത്തിന് സത്യത്തെയും സ്നേഹത്തെയും പ്രദാനം ചെയ്യുവാൻ മോദിജിക്ക് കഴിയുന്നു. മോദിജിയുടെ പൊതുജീവിതത്തെ നമ്മൾ വിലയിരുത്തിയാൽ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള 3 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ എവിടെയും അഴിമതി എന്ന വാക്കിന് ഒരു പ്രസക്തിയുമില്ല. നമ്മൾ രാഷ്ട്രം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഴിമതിയായിരുന്നു. അണ്ണാ ഹസാരെ ഐതിഹാസികമായൊരു സമരം ഡൽഹിയിൽ നടത്തുകയും അതേ തുടർന്ന് UPA സർക്കാർ നിലംപൊത്തുകയും 2014 നരേന്ദ്രമോദി 282 സീറ്റ് കേവല ഭൂരിപക്ഷം BJPക്ക് നേടിക്കൊടുത്തുകൊണ്ട് 336 സീറ്റുമായിട്ട് NDA അധികാരത്തിൽ വരികയും ചെയ്ത കാഴ്ച നമുക്ക് ഓർമ്മയുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് 2024 വരെ 2 പ്രാവശ്യം വ്യക്തമായ ഭൂരിപക്ഷത്തിൽ 2014 282 BJPക്കെങ്കിൽ 2019 അത് 303 യഥാക്രമം NDAക്ക് 2014 336 2019 352 എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ലെങ്കിലും 240 സീറ്റുകൾ ലഭിച്ചു. NDAക്ക് 300 മേലെ സീറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ മൂന്നാമതും പ്രധാനമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത അല്പം ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും ലോകം കാണുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തിട്ടും നരേന്ദ്രമോദിയെ തോൽപ്പിക്കുവാൻ കഴിയാത്ത വ്യക്തിത്വത്തിനുടമ എന്നാണ് യൂറോപ്പിലെ പത്രങ്ങൾ എല്ലാവരും ആഘോഷിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. അവിടെയാണ് നരേന്ദ്രമോദി കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ശക്തിയുടെ കാര്യത്തിൽ ഭാരതം അതിവേഗം മുന്നേറുകയാണ്. പണ്ടൊരാൾ ദേവിയെ തപസ് ചെയ്തു. ദേവി പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് വരം നൽകാം, പക്ഷേ ഒരു മൃഗത്തെ ബലിയായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, അശ്വം കുതിരയെ തരട്ടെ? ദേവി പറഞ്ഞു, നെയ്വ വേണ്ട. ഗജം ആനയെ തരട്ടെ? വേണ്ട. അജ അതുപോലെ തന്നെ വ്യാഘ്രം പരാക്രമശാലിയായ ഒരു സിംഹത്തെ തരട്ടെ? നെയ്വച്ച വേണ്ടേ വേണ്ട. അജാപുത്രവും എനിക്കൊരു ആട്ടിൻകുട്ടിയെ മതി. ദേവോ ദുർബലഘാതക, ദുർബലന്മാരെ ദേവന്മാർ പോലും വച്ചേക്കില്ല. ഇവിടെയാണ് ഭാരതം ഇന്ന് ശക്തിമത്തായ രാഷ്ട്രമാണ്. ആയുധത്തിൻ്റെ കാര്യത്തിൽ, സൈനിക ബലത്തിൻ്റെ കാര്യത്തിൽ, ജനസംഖ്യയുടെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, മാനവശേഷിയുടെ കാര്യത്തിലെല്ലാം തന്നെ ലോകത്തിനെ മുഴുവൻ നയിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഭാരതം ഉയരുന്നു. സാമ്പത്തിക ശക്തിയിൽ 5ാമതായി, താമസിയാതെ 3ാമതാകും. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറുമെന്ന് ഈ മേഖലയിൽ പഠിക്കുന്ന ആളുകൾക്ക്, ലോക നേതാക്കന്മാർക്കറിയാം. ആ ഭാരതത്തെ ലോകത്തിലെ നമ്പർ 1 ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭരണാധികാരിയാണ് മോദിജി. കഴിഞ്ഞ 10 വർഷം കൊണ്ട്, 14 മുതൽ 24 വരെയുള്ള 10 വർഷം കൊണ്ട് ഭാരതത്തിൽ വന്ന മാറ്റങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക. ലോകത്തിൽ നമുക്കുണ്ടായ ആ ഉയർച്ചയെക്കുറിച്ച്, നിലയും വിലയും ഭാരതത്തെക്കുറിച്ച് മാറിയത് നാം ആലോചിക്കുക. നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വലിയ പ്രചരണങ്ങളെല്ലാം നടന്നു. എന്നാൽ 7 ഇസ്ലാമിക രാജ്യങ്ങളടക്കം, സൗദി അറേബ്യയും പാലസ്തീനും അടക്കം അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മോദിജി മാത്രമാണ്. ലോകത്തിൽ 15ൽ പരം രാജ്യങ്ങളാണ് അവരുടെ പരമോന്നത ബഹുമതി നൽകിയിട്ട് മോദിജിയെ ആദരിച്ചത് എന്ന് പറയുമ്പോൾ മോദിജിക്ക് ലഭിക്കുന്ന ആദരവ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്ന ആദരവാണ്.
അതുകൊണ്ടാണ് ഇവിടുന്ന് അമേരിക്കയിലും മറ്റ് വൈദേശിക രാജ്യങ്ങളിൽ പോയിട്ട് ജീവിക്കുന്ന, അവിടുത്തെ പൗരത്വം വരെ വാങ്ങിയ നമ്മുടെ ഭാരതീയർ നമ്മുടെ ഭരണാധികാരിയെ അവിടെ എത്തുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് മതിമറന്ന് മോദി മോദി എന്നവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെയാണ് യഥാ രാജ തഥാ പ്രജ. എങ്ങനെയാണോ രാജാവ് അതുപോലെയായിരിക്കും പ്രജകൾ. രാജാവ് സത്യസന്ധനാണ്, രാജാവ് ധർമ്മിഷ്ഠനാണ്, രാജാവ് ഒരിക്കലും കോപാകുലനല്ല. വിദ്യാർത്ഥികളോടും കുഞ്ഞുങ്ങളോടും വൃദ്ധന്മാരോടും എത്ര സ്നേഹത്തോടുകൂടി അദ്ദേഹം പെരുമാറുന്നു. തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന ആളുകളുടെ പാദങ്ങളിൽ തൊട്ടുവന്ദിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വിനയം. മൈക്ക് കേടായിപ്പോയപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, എങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മേഖലയിലും ക്ഷോഭിക്കാതെ, എന്നാൽ കാര്യങ്ങൾ രാഷ്ട്രീയ വേദിയിൽ ശക്തമായി പറഞ്ഞുകൊണ്ട് 2 മാസം കൊണ്ട് 246ഓളം പൊതുയോഗങ്ങൾ സംസാരിച്ചുകൊണ്ട് 74ാമത്തെ വയസ്സിലും ഒരു 27 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടുകൂടി ഭാരതം മുഴുവൻ യാത്ര ചെയ്ത് അദ്ദേഹം തൻ്റെ ജീവിതം ഭാരതമാതാവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഒരു വിവരാവകാശ പ്രവർത്തകൻ ചോദിച്ചു, നരേന്ദ്രമോദി മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ ആയി ഈ കാലഘട്ടത്തിൽ എത്ര രൂപയാണ് അദ്ദേഹം തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് എന്ന്. അത് 0 എന്നായിരുന്നു. ഒരു ദിവസം പോലും കഴിഞ്ഞ 20 വർഷത്തിന് മേലെയായിട്ട് അദ്ദേഹം വിശ്രമം എടുത്തിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ വരദാനമായിട്ട് ഈ ഭരണാധികാരിയെ നമ്മൾ കണക്കാക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ യശസ്സിനെ ഉയർത്തുന്ന എല്ലാ ഭരണാധികാരികളും നമുക്ക് മാതൃകാപരമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ ഏറ്റവും നന്നായി മുന്നോട്ടുയർത്തിയ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും സങ്കീർണമായ ഒരു രാജ്യം, അതാണ് ഭാരതം. പാകിസ്ഥാനും ചൈനയും അഫ്ഗാനിസ്ഥാനും അയൽ രാജ്യങ്ങളായി ഭാരതത്തിനില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയേനെ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ കൊടിയ ഭീകര രാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടു തന്നെ, അവരുടെ സകല ഉപദ്രവങ്ങളെയും നിലക്ക് നിർത്തിക്കൊണ്ടു തന്നെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, പാകിസ്ഥാൻ തകർന്നടിഞ്ഞ് തരിപ്പണമാകുമ്പോൾ, അഫ്ഗാനിസ്ഥാനിലെ ഓരോ മനുഷ്യനും ഭാരതത്തിൽ വന്ന് ഒരു ദിവസമെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ചൈന സ്വേച്ഛാധിപത്യം കൊണ്ട് കമ്മ്യൂണിസം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, അതിമനോഹരമായ ജനാധിപത്യത്തിലൂന്നിയ 75 വർഷക്കാലത്തെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാമ്പത്തിക മേഖലയിലും മനുഷ്യശേഷിയിലും എല്ലാം തന്നെ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുവാൻ കഴിയുന്ന ശക്തിയായിട്ട് നമ്മുടെ നാട് വളരുന്നതാണ് നമ്മുടെ നാടിൻ്റെ ഭരണാധികാരിക്ക് ലഭിക്കുന്ന ഈ മഹത്തായ സ്വീകരണത്തിൻ്റെ അടിസ്ഥാനമെന്നറിയുക. സത്യവും ധർമ്മവും നീതിയെയും മുറുകെ പിടിക്കുന്ന ഈ ഭരണാധികാരി നമ്മുടെ അഭിമാനമെന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.